Dear students, നമുക്ക് ഇന്ന് theorem 23.2 നോക്കാം. Let x be an inner-product space. Set x1 is to etc. xm be a linearly independent subset of x and x belongs to x. First one, let f equal to span of x1 is to etc. xm. Then the unique best approximation from f to x is given by y equal to k1x into k2x2 plus etc. plus km xm, where k1, k2, etc. km form the unique solution of the normal equations. Inner product x1 into k1 plus etc. inner product xm x1 into km equal to inner product x1 etc. inner product x1 xm into k1 plus etc. inner product xm km equal to inner product xm. Also dist between x and f equal to inner product x minus k1 x1 minus etc. minus km xm the whole raised to half. The second part നമുക്ക് നെക്സ്റ്റ് ഡേയിൽ നോക്കാം. അപ്പോൾ തിയറം പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ്, എക്സ് മിനിസ്റ്റ് എക്സെട്ര എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ ഫോം ചെയ്തു. സെറ്റ് എഫ് ഈസ് സ്പാൻ ഓഫ് x1 is to etc. xm. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം y to x and is given by y equal to k1 x1 plus k2 x2 plus etc. km xm ആണ്. ഈ k1 k2 etc. എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻസ്, അതിൻ്റെ പേരാണ് നോർമൽ ഇക്വേഷൻ. ആ നോർമൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്ന കോൺസ്റ്റൻസുകളാണ് k1 k2 etc. km. അപ്പം അത് യുണീക്ക് സൊല്യൂഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു മെട്രിക്സ് യുണീക്ക് സൊല്യൂഷൻ ഫോം ചെയ്യും എന്ന് നമുക്ക് അറിയണം. അതായത് നമ്മൾ റോഷേഴ്സ് തിയറി പ്രകാരം നമ്മൾ AX ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എടുക്കുന്നു. അപ്പം എ എന്ന് പറയുന്ന മെട്രിക്സ്, അപ്പം അത് പിന്നെ അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആയ എ ബിയും, അത് രണ്ടുകൂടെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഈ മെട്രിക്സിന് അല്ലെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എം എന്ന ഈ മെട്രിക്സിനെ വിളിക്കുകയാണ്. എം ഈക്വൽ ടു മെട്രിക്സ് ഇന്നർ പ്രോഡക്റ്റ് x1 x1 എക്സെട്ര ഇന്നർ പ്രോഡക്റ്റ് xm x1 എക്സെട്ര ഇന്നർ പ്രോഡക്റ്റ് xm x1 xm എക്സെട്ര ഇന്നർ പ്രോഡക്റ്റ് xm xm. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെയും അതിൻ്റെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ആയ എ ബിയുടെ റാങ്കുകൾ സെയിം ആണെങ്കിൽ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻറ്റ് ആൻഡ് ദാറ്റ് വൺ ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ യുണീക്ക് ആണെന്നറിയാം. അപ്പോൾ നമുക്ക് റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്, നമുക്കിവിടെ സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ തന്നിരിക്കുന്ന എം എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ എത്ര റോസ് ഉണ്ടോ അത് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് യുണീക്ക് സൊല്യൂഷനാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്, നമുക്ക് തന്നിരിക്കുന്ന ഈ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണോ, നമുക്കത് പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇൻവേർട്ടിബിൾ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം യുണീക്കാണെന്ന്. അപ്പോൾ ഇൻവേർട്ടിബിൾ എന്ന് പറയുമ്പോൾ നമുക്ക്, അതായത് ഈ എലമെൻറ്റ്സ് ഇൻവേർട്ടിബിൾ എന്ന് പറയുമ്പോൾ ഇത് വെച്ചിട്ട് ഇതിനെ നമ്മളൊരു വെക്ടറായിട്ട് കൺസിഡർ ചെയ്ത് നമ്മളൊരു ലീനിയർലി സ്പാൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ദാറ്റ് റാങ്ക് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് ആൻഡ് ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. അപ്പോൾ അത് നിങ്ങളുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ പറയുന്ന റിസൾട്ടുകളാണ്. അപ്പം നമ്മൾ സാധാരണ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കാണാൻ വേണ്ടി a1 x1 plus a2 x2 plus etc. an xm അല്ലെങ്കിൽ xn equal to 0 implies
A1 ഈക്വൽ ടു A2 എക്സെട്ര AN ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിവിടെയും കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ എമ്മിലെ എലമെൻറ്റ്സിനെ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി. എന്നിട്ട് നമ്മളിനി പ്രൂവ് ചെയ്യുന്നത് A1 A2 എക്സെട്ര AM ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇന്നർ പ്രോഡക്റ്റ് x1 x1, ഇന്നർ പ്രോഡക്റ്റ് x1 x2 എക്സെട്ര ഇന്നർ പ്രോഡക്റ്റ് ഇന്നർ പ്രോഡക്റ്റ് x1 x2 ഇന്നർ പ്രോഡക്റ്റ് x1 x1, ഇന്നർ പ്രോഡക്റ്റ് x2 x1 എക്സെട്ര ഇന്നർ പ്രോഡക്റ്റ് xm x1. അടുത്തതിൽ വരുമ്പം ഇന്നർ പ്രോഡക്റ്റ് x1 x2, ഇന്നർ പ്രോഡക്റ്റ് x2 x2 എക്സെട്ര ഇന്നർ പ്രോഡക്റ്റ് xm x2 ഇങ്ങനെ വരും. അതെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളതിന് സ്പാൻ ചെയ്തിട്ടുള്ളൊരു റിസൾട്ട് എഴുതി. A1 ഇന്നർ പ്രോഡക്റ്റ് x1 x1 പ്ലസ് എക്സെട്ര പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് xm x1 ഈക്വൽ ടു 0 എക്സെട്ര A1 ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് x1 xm പ്ലസ് എക്സെട്ര പ്ലസ് AM ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് xm ഈക്വൽ ടു 0. ഫോർ സം സ്കെയിലേഴ്സ് A1 A2 എക്സെട്ര A. ദെൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് നോം A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സെട്ര AM xm സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്കതറിയാം ഇന്നർ പ്രോഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സെട്ര AM xm കോമ A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സെട്ര AM xm. ഇതിനെ ഞാൻ സമ്മേഷൻ j ഈക്വൽ ടു 1 to m AJ ബാർ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സെട്ര AM xm xj എന്ന് എഴുതി. ഇത് സമ്മേഷൻ ഇപ്പം j ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ബാർ വന്നത് നമ്മുടെ സെക്കൻഡ് വേരിയബിളിൽ നിന്ന് കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തുകൊണ്ടാണ്. അപ്പം j ഈക്വൽ ടു 1 to m ആണ്. അപ്പം j ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി, നമുക്ക് മേളിൽ ഇരിക്കുന്ന അതേ ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പം ദാറ്റ് വൺ ഈക്വൽ ടു സമ്മേഷൻ j ഈക്വൽ ടു 1 to m AJ ബാർ ഇൻറ്റു 0. കാരണം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ അറിയാം. പിന്നെ അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പിലോട്ട് നോക്കാം. അപ്പോൾ A1 x1 xj ആണ്. അപ്പോൾ x1 x1 ഇന്നപ്പോൾ അടുത്തത് A2 x1 x2 എക്സെട്ര പ്ലസ് AM ഇൻറ്റു xm xj ആണെങ്കിൽ j. അപ്പോൾ 1 ആണെങ്കിൽ 1. അപ്പോൾ അത് നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം അത് 0 ആണ്. സോ നമുക്ക് കിട്ടും സമ്മേഷൻ j ഈക്വൽ ടു 1 to m AJ ഇൻറ്റു 0. ദാറ്റ് വൺ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് പറയാം A1 x1 പ്ലസ് A2 x2 പ്ലസ് എക്സെട്ര പ്ലസ് AM xm ഈക്വൽ ടു 0. So x1 x2 etc. is a linearly independent set and A1 equal to A2 equal to etc. AM equal to 0 നമുക്ക് പ്രൂവ് ചെയ്യും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമുക്ക് y ഈക്വൽ ടു K1 x1 പ്ലസ് K2 x2 പ്ലസ് എക്സെട്ര KM xm എന്നുള്ളത് ഒരു ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെന്നും ആ ബെസ്റ്റ് അപ്രോക്സിമേഷൻ അത് യുണീക്ക് ആണെന്നും അതിൻ്റെ ഡിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫോമുലയാണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ y ഈക്വൽ ടു K1 x1 പ്ലസ് K2 x2 പ്ലസ് എക്സെട്ര KM xm എന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം y ബെസ്റ്റ് അപ്രോക്സിമേഷൻ ആണെങ്കിൽ x മൈനസ് y ഈസ് ഓർത്തോഗണൽ ടു f ആണ്. ദാറ്റ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് y xj ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് x xj for each j equal to 1 2 3 up to m. അപ്പം xj എന്ന് പറയുന്നത് ബിലോങ്സ് ടു എഫ് ആണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് പറയാം എക്സ് മൈനസ് വൈ എക്സ് ജെ ഈക്വൽ ടു 0. അതായത് നമ്മൾ ആ വൈ എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് പറയാം എക്സ് ജെ മൈനസ് ഇന്നർ പ്രോഡക്റ്റ് വൈ എക്സ് ജെ ഈക്വൽ ടു 0. ദെൻ ദാറ്റ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് വൈ എക്സ് ജെ ഈക്വൽ ടു എക്സ് എക്സ് ജെ. അതാണ് നമ്മൾ ഇവിടെ ഡയറക്റ്റ് സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഫോർ ഈച്ച് ജെ ഈക്വൽ ടു 1 2 3 അപ് ടു എം. അപ്പോൾ വൈ എന്ന് പറയുന്നത് നമുക്കറിയാം K1 x1 പ്ലസ് K2 x2 പ്ലസ് എക്സെട്ര പ്ലസ് KM xm xj ആണ്. ദാറ്റ് വൺ ഈക്വൽ ടു ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എക്സ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് എക്സ് ജെ. മുകളിലത്തെ ഈ സ്റ്റെപ്പ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ദീസ് ആർ ദ നോർമൽ ഇക്വേഷൻസ് സ്റ്റേറ്റഡ് ഇൻ ദി തിയറം. നമ്മൾ നോക്കി അറിയാം ജെ ഈക്വൽ ടു 1 2 3 up to m കൊടുക്കുമ്പോൾ നമുക്ക് മേളിൽ തന്നിരിക്കുന്ന അതേ ഇക്വേഷൻസ് കിട്ടും. നമ്മൾ ഇപ്പം പറഞ്ഞു കോഎഫിഷ്യൻ്റ് മെട്രിക്സ് എം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് എം ഇക്വേഷൻസ്. ഇനി എം അൺനോൺസ് ആണ്.
അപ്പോൾ നമുക്ക് അവിടെ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ K1 K2 എക്സെട്ര Km എന്ന് പറയുന്നത് യുണീക്ക് സ്കേലേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യുണീക്കായിട്ടുള്ള K1 K2 എക്സെട്ര Km ആണ് കിട്ടുന്നത്. സോ നമുക്ക് പറയാം y ഈക്വൽ ടു K1 x1 പ്ലസ് K2 x2 പ്ലസ് എക്സെട്ര പ്ലസ് Km xm എന്ന് പറയുന്നത് ഈസ് ദ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫ്രം x to f ആണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ യുണീക്ക് ബെസ്റ്റ് അപ്രോക്സിമേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ y എന്ന് പറയുന്ന ബെസ്റ്റ് അപ്രോക്സിമേഷൻ എടുത്തു, x മൈനസ് y അതുകൊണ്ട് അങ്ങനെ വന്നു. ദെൻ നമുക്ക് ആ ഒരു കണ്ടീഷനിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ നോർമൽ ഇക്വേഷൻ കിട്ടി. നോർമൽ ഇക്വേഷനിൽ നമ്മൾ കണ്ടതാണ് വെക്ടേഴ്സൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ദെൻ നമുക്ക് ആ മെട്രിക്സ് തിയറിയിൽ നിന്ന് നമുക്ക് റോഷസ് തിയറം വെച്ചിട്ട് അതിന് K1 K2 എക്സെട്ര Km കിട്ടുന്ന വാല്യൂസ് യുണീക്കാണ്. അങ്ങനെ യുണീക്ക് എലമെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് y എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പിനേഷനാണ്. സോ y ഈസ് ഓൾസോ യുണീക്ക്. ഇനി നമുക്ക് ഡിസ്റ്റിൻ്റെ ഫോർമുലയാണ് കാണാനുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്റ്റിൻ്റെ ഫോർമുല പറഞ്ഞ് പഠിച്ചിരുന്നു. ഡിസ്റ്റ് എക്സ് എഫ് സ്ക്വയർ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് മൈനസ് വൈ. നമുക്കറിയാം y എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു K1 x1 പ്ലസ് K2 x2 പ്ലസ് എക്സെട്ര പ്ലസ് Km xm ആണ്. അപ്പോൾ നമുക്ക് yക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് വൺ ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് മൈനസ് K1 x1 മൈനസ് K2 x2 എക്സെട്ര മൈനസ് Km xm. ദെൻ നമ്മൾ സ്ക്വയർ ആണ് കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ഡിസ്റ്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എഫ് ഈക്വൽ ടു ദിസ് ഇന്നർ പ്രോഡക്റ്റ് ദ ഹോൾ റേസ് ടു ഹാഫ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ എ പാർട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ ബി പാർട്ട് പറയാം. ഓക്കെ.